സാർ നമസ്കാരം. ചേലക്കരയിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ രമ്യ ഹരിദാസിന് എത്രത്തോളം വിജയസാധ്യതയുണ്ട് എന്നുള്ളത് എൻ്റെ ആദ്യത്തെ ചോദ്യമാണ്. പ്രദീപാണ് അവിടെ നമ്മുടെ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. സംവരണ മണ്ഡലമാണ് ചേലക്കര. പ്രദീപിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചേലക്കരയിൽ പ്രദീപ് ഒരു തവണ അവിടെ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. പക്ഷേ രാധാകൃഷ്ണൻ്റെ അത്രയും ഒരു ഇമ്പാക്റ്റ് പ്രദീപിനെ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. നിസ്സാര ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചത്. പക്ഷേ രാധാകൃഷ്ണൻ എനിക്ക് തോന്നുന്നു 80,000 വോട്ടുകളുടെ മൊത്തം വോട്ടുകൾ നേടിയെന്ന് എനിക്ക് തോന്നുന്നു. ഭൂരിപക്ഷം 40,000 അടുപ്പിച്ച് ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. രമ്യ ഇത്തവണ അവിടെ ഇറങ്ങുമ്പോൾ രമ്യയുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 24 രമ്യ തോറ്റല്ലോ ആലത്തൂരിൽ. 19 രമ്യ ചേലക്കര മണ്ഡലത്തിൽ ഒന്നാമതായിരുന്നു. ലോക്സഭയിൽ ചേലക്കര മണ്ഡലം എണ്ണിയപ്പോൾ അവിടെ ഒന്നാമതായിരുന്നു. അത് രമ്യയുടെ ഒരു ആത്മവിശ്വാസമാണ്. സാറിന് എന്താണ് ഇതിൽ തോന്നുന്നത്? അല്ല, ഞാൻ ഇത്തവണ ചേലക്കര പോയിട്ടില്ല. പക്ഷേ അവിടെ പോയ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ജേർണലിസ്റ്റുകൾ. അപ്പോൾ അവരൊക്കെ പറയുന്നത് വെച്ചാൽ വളരെ ടൈറ്റ് ഫൈറ്റാണ്. CPM ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മാറി രമ്യ ജയിക്കും. അല്ല, രമ്യ ജയിക്കുന്നതിന് രമ്യ ജയിക്കാനുള്ള ഏറ്റവും സാധ്യത കൂടുതലാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ലെഫ്റ്റ് ജയിക്കുന്നുണ്ടെങ്കിൽ അത് പ്രദീപിൻ്റെ ഇൻഡിവിജ്വാലിറ്റി, വ്യക്തിത്വം കൊണ്ട് മാത്രമേ ജയിക്കുള്ളൂ. അയാൾ ആ ലോക്കലാണ്, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു ലീഡറാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ആളുകൾ പറയുന്നത് മാത്രമല്ല, BJP വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ചേലക്കര മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. ഈ ഒന്ന് ട്രൈബൽ കോളനികളുണ്ട് കുറേ. ഇപ്പം രാധാകൃഷ്ണൻ ഈ പട്ടികജാതിക്കാരനാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ പട്ടികജാതി മണ്ഡലമാണെങ്കിൽ കൂടെ നിരവധി ട്രൈബൽ കോളനികൾ വെള്ളമോ അല്ലെങ്കിൽ ബാത്റൂം ഫെസിലിറ്റീസ് പോലും ഇല്ലാത്ത ഒരുപാട് വീടുകൾ ഇന്നും ചേലക്കരയിലുണ്ട്. ചേലക്കര മണ്ഡലത്തിലുണ്ട്. ചേലക്കര കോളേജിലേക്ക് വരാനുള്ള വഴികൾ പോലും ഇല്ല. കുട്ടികൾക്ക് പഠിക്കാൻ പോലും വരാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള ഏറ്റവും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ചേലക്കര. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറൊരു ഫാക്ടറാണ് അൻവറിൻ്റെ ഫാക്ടർ. അൻവറിൻ്റെ കാൻഡിഡേറ്റ് സുധീറാണ്. സുധീർ അവിടെ ലോക്സഭയിൽ മത്സരിച്ച് അപ്പുറത്ത്. അപ്പോൾ സുധീറിന് വ്യക്തിപരമായിട്ട് വോട്ട് കിട്ടും. പിന്നെ ഈ ഗവൺമെന്റിനെതിരെയുള്ള ഡിസ്ക്രിമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ലെഫ്റ്റിൽ തന്നെയുള്ള. ഈ ലെഫ്റ്റിൽ ആൾക്കാർക്ക് ഒരു ഗേറ്റ് വേ ആയിരിക്കും വേണമെങ്കിൽ ഈ സുധീറിന് വോട്ട്. അപ്പോൾ അതായത് ഇപ്പോൾ രമ്യയ്ക്ക് വോട്ട് ചെയ്താൽ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിലായിരിക്കും, BJPക്ക് വോട്ട് ചെയ്താൽ അതൊരു താമര ചിഹ്നത്തിലായിരിക്കും. അതിന് വോട്ട് ചെയ്യാൻ ഒരുപാട് മെൻ്റൽ ബ്ലോക്കുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ കൊണ്ട് സുധീറിന് വോട്ട് ചെയ്യും. ഇത് വോട്ട് ലെഫ്റ്റിൻ്റെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രമ്യ ജയിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിന് വേറൊരു സംഭവം, ഇന്ന് രാവിലെ തന്നെ ഇപ്പം തന്നെ ചേലക്കര 38.9% വോട്ടിംഗ് ആയിക്കഴിഞ്ഞു. വളരെ തിരക്കാണ്. അപ്പോൾ കേഡർ പാർട്ടികൾക്ക് എന്ത് തന്നെയാലും കേഡർ പാർട്ടികളുടെ വോട്ട് കിട്ടും. CPM ആയാലും ശരി, BJP ആയാലും ശരി. കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടിക്കായിരിക്കും ഇപ്പോൾ ഫ്ലോട്ടിംഗ് വോട്ട്സ് കിട്ടുക. ഫ്ലോട്ടിംഗ് വോട്ട്സ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഇത്രയും അഭൂതപൂർവമായ തിരക്കുകൾ ഉണ്ടാവുകയും സ്ത്രീജനങ്ങൾ മുമ്പിൽ നിന്ന് വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പം ഒരു ട്രെൻഡ് പോലെ തോന്നുന്നുണ്ട് ചെറുതായിട്ട് രമ്യക്ക് അഡ്വാൻറ്റേജസ് ആണോ എന്നുള്ളത്. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിനെതിരെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് രാവിലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വന്ന പോലെ ഇന്ന് രാവിലെ തന്നെ ജയരാജൻ്റെ സംഭവം കയറി ജയരാജൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ്, പിന്നെ എന്നെ പാർട്ടി മനസ്സിലാക്കിയില്ല, സരീനെ പോലത്തെ അവസരവാദിയാണ് സ്ഥാനാർത്ഥിയാക്കിയത്, EMS പണ്ടേ പറഞ്ഞിട്ടുണ്ട് അവസരവാദികൾ വരാൻ പാടില്ല, അല്ല അവസരവാദികൾക്ക് അധികം പ്രാമുഖ്യം കൊടുക്കാൻ പാടില്ല, പിന്നെ പ്രകാശ് ജാവ്ദേക്കറുടെ ഇഷ്യൂ അനാവശ്യമായി കുത്തിപ്പൊക്കിയ ഇഷ്യൂ ആണ്. അപ്പോൾ ഇതെല്ലാം എയിം ചെയ്യുന്നത് ഈ പാർട്ടിക്ക് നടക്കാതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ പാർട്ടി പ്രവർത്തകർ അത്രമാത്രം വലിയ ഭൗതിക തലത്തിലോ അല്ലെങ്കിൽ അവർക്ക് വേറെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്നുള്ള ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റോട് നിൽക്കുന്നതാണ് അല്ലേ. അപ്പോൾ അവിടെ ഇത്രയും വലിയൊരു പാർട്ടീൻ്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പർ DC ബുക്സ് പോലത്തെ ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു സാധനം ഇറക്കും ജയരാജൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ. നമുക്ക് ജയരാജനെ വിശ്വസിക്കാൻ ഒരു പൊതുപ്രവർത്തനം നൽകി ജയരാജനെ വിശ്വസിക്കാൻ നമുക്ക് ഇഷ്ടം. പക്ഷേ ജയരാജൻ പറയുന്നതിനെക്കാട്ടും കൂടുതൽ DC ബുക്സിൻ്റെതല്ലേ മാറ്റർ ഓഫ് ഫാക്ട് സത്യസന്ധമായിട്ട് വരാൻ. അല്ലെങ്കിൽ CPM പോലത്തെ ഒരു ഗവൺമെൻറ് കേരളം ഭരിക്കുകയാണ്, DCക്ക് വേറെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റുകളോ എല്ലാം ഉള്ളൊരു സമയത്ത് അവരിങ്ങനത്തെ ഒരു കൺസെൻറ്റ് ഇല്ലാതെ ഒരു സാധനം ചെയ്യുമോ? DC എന്തായാലും ബാക്കൗട്ട് ചെയ്തു. ഇപ്പം കുറച്ച് ദിവസത്തേക്ക് ഇത് പ്രസിദ്ധീകരിക്കില്ല എന്ന് അവർ രവി DC ദുബായിൽ വെച്ചിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇൻ ബാക്ക് ബർണറായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ജയരാജൻ ഇങ്ങനത്തെ ഒരു ബോംബ് ഇലക്ഷൻ ദിവസം പൊട്ടിക്കുകയാണ്. അപ്പം ഈ ചാഞ്ചാടുന്ന വോട്ടർമാരുണ്ടല്ലോ കുറേ അധികം. നമ്മൾ ഇലക്ഷൻ എപ്പോഴും ഡിറ്റർമിൻ ചെയ്ത് ചാഞ്ചാടുന്ന വോട്ടർമാരാണ്. അവരെങ്ങോട്ടേക്കും പോവാം, ഇങ്ങോട്ടേക്ക് വരാം അങ്ങോട്ടേക്ക് വരാം ഒക്കെ ചെയ്യാം. ആ വോട്ടർമാർ കൃത്യമായിട്ട് രമ്യയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രമ്യ ജയിച്ച് കയറും. ഇത്ര വലിയ മണ്ഡലം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ കേരളത്തിൽ ഒരുപാട് സ്ഥാനാർത്ഥികൾ പ്രമുഖരായ ആൾക്കാർ തോറ്റിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് സത്യസന്ധമായി പറഞ്ഞാൽ CPM എന്നുള്ള അല്ലെങ്കിൽ LDF ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു അടിയായിരിക്കും. അവർക്ക് ചേലക്കര പിടിച്ചാൽ മതി ശരിക്കും.
പാലക്കാടോ അല്ലെങ്കിൽ വയനാടോ അല്ല, ചേലക്കര അവരുടെ പ്രസ്റ്റീജ് സീറ്റാണ്, സിറ്റിംഗ് സീറ്റാണ്. ആ സീറ്റ് ചേലക്കര തോറ്റു കഴിഞ്ഞാൽ CPM പിന്നെ നിലനിൽപ്പില്ല എന്നാണ്. അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന് പറഞ്ഞു നിൽക്കാനൊന്നുമില്ല. 2026 മുമ്പേ പറഞ്ഞു നിൽക്കാനൊന്നുമില്ല. അത് പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ വരുമല്ലോ 25. അവിടെ സ്ട്രോങ് സീറ്റ് ആണല്ലോ സാർ ചേലക്കര. ആണ്, പക്ഷേ കഴിഞ്ഞ ലോക്സഭയിൽ 5000 വോട്ടിന് ഭൂരിപക്ഷമേ ഉള്ളൂ രാധാകൃഷ്ണൻ പോലും ഇത്രയും വലിയ കൾട്ടാന്നൊക്കെ പറയുന്ന ആൾക്ക് പോലും അത്ര ഭൂരിപക്ഷമേ ഉള്ളൂ. പിന്നെ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം വലിയൊരു വെടി പൊട്ടിച്ചു, മാത്യു കുഴൽനാടൻ. അദ്ദേഹം പറഞ്ഞു പിന്നെ ദളിത് ഒരു മുഖ്യമന്ത്രി ആവാൻ പോലും സാധ്യതയില്ല രാധാകൃഷ്ണൻ, ഒന്നും ചെയ്യാനില്ലാത്ത ഡൽഹിയിലേക്ക് അദ്ദേഹത്തിന് വിട്ടു. അത് രാധാകൃഷ്ണൻ പ്രൈവറ്റായിട്ട് പല ആളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പുള്ളി ഡൽഹി എന്ത് ചെയ്യാനാ? ചേലക്കരയുടെ MLA ആയിരുന്നല്ലോ പുള്ളി. ചേലക്കര 39,000 വോട്ടിന് ജയിച്ച ഒരാൾ. അതുമാത്രമല്ല രാധാകൃഷ്ണന് കൊടുത്ത വകുപ്പുകളൊക്കെ വളരെ ചെറിയ വകുപ്പുകളാണ്. ദേവസ്വം ബോർഡും പട്ടികജാതി വകുപ്പ് കൊടുത്തത്. അപ്പോൾ ഇത് രാധാകൃഷ്ണൻ പോലത്തെ ഒരാൾ വലിയൊരു എത്രയോ സീനിയറാണ്, സ്പീക്കറായിരുന്നു. ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും VS പിണറായിയും വാർന്ന സമയത്താവും എന്ന് പോലും അന്ന് പറഞ്ഞ ഒരാളായിരുന്നു രാധാകൃഷ്ണൻ. ഒരു കോൺട്രവേഴ്സിയും അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. ആ ഒരാളെ മാറ്റുമ്പം സ്വാഭാവികമായിട്ടും സാധാരണ ആൾക്കാരുടെ ഇടയിൽ ഇത് എഫക്റ്റ് ചെയ്യാം. നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ആ ഒരു വികാരം ജനങ്ങൾക്കിടയിൽ അല്ല, ഞാനതാ പറഞ്ഞു, ആ ഒരു സാധ്യത ഉണ്ട്. പ്രദീപ് ഒരു വളരെ ഡൗൺ ടു എർത്ത് ഒരാളാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അദ്ദേഹം MLA സമയത്ത് നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കണ്ടിരുന്നു. 2016-21 വരെ അദ്ദേഹം MLA ആയിരുന്നല്ലോ. ചെറിയ ഭൂരിപക്ഷം ജയിച്ച സീറ്റായിരുന്നു അത്. ആ ഒരു ഇൻഡിവിജ്വാലിറ്റി പുള്ളിക്ക് കിപ്പപ്പ് ചെയ്തിട്ട് ആ ഒരു ഘട്ടം ജയിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ജയിക്കാമെന്നാണ് അവിടെ പോയിരുന്ന സാധാരണ ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത്. അവിടെ ഇതിന് പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിന് പോയ ആളുകളുണ്ടായിരുന്നു. കുറേ ആൾക്കാരോട് നമ്മൾ സംസാരിച്ചിരുന്നു. ഇതാ പറയുന്നത് ആ സീറ്റിനെ പറ്റി. ഈ നവ്യ ഹരിദാസ് ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. രമ്യ സോറി, നവ്യ നമ്മുടെ വയനാട്. രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് മാറിപ്പോ. ഈ രമ്യ ഹരിദാസ് ജയിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, രമ്യക്ക് അത്ര നല്ലൊരു ഇമേജ് ആണോ കോൺഗ്രസ്സിലുള്ളത്? ഈ ആലത്തൂരിൽ നിന്ന് രമ്യ ജയിച്ചു പോയതിന് ശേഷം ഒരുപാട് ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം രമ്യ ജയിച്ച് പാർലമെന്റിലേക്ക് പോയിട്ട് പാട്ട് പാടാനും കൈകൊട്ടാനും മാത്രമേ രമ്യയെ കൊണ്ട് സാധിച്ചുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇമേജ് വെച്ച് രമ്യ ചേലക്കര മത്സരിക്കുമ്പോൾ ജനങ്ങൾ രമ്യയെ സ്വീകരിക്കുമെന്നാണോ സാർ പറയുന്നത്? ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, നെഗറ്റീവ് വോട്ടിംഗ് ആണ് പറഞ്ഞത്. CPM-നെതിരെയുള്ള പ്രതിഷേധമാണ്. രമ്യന്റെ മെറിറ്റ് കൊണ്ടായിരിക്കില്ല, ഭരണവിരുദ്ധ വോട്ട് വരാം. പിന്നെ BJP നല്ലോണം വോട്ട് പിടിക്കും. അത് BJP പണ്ടൊക്കെ പഠിക്കുന്നത് കോൺഗ്രസിന്റെ വോട്ടാന്ന് പറയും. അങ്ങനെയൊന്നുമല്ല. ഇപ്പം BJP CPM-ന്റെ വോട്ട് നല്ലോണം പിടിക്കും. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്. CPM വിചാരിച്ചൊരു കാരണം എന്ന് വെച്ചാൽ ലോക്സഭ ഈഴവ വോട്ട് ബാങ്ക് മുഴുവൻ CPM-ന്റെ എന്തൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. അത് പൊളിഞ്ഞു പോയി. ആലപ്പുഴ ശോഭ പിടിച്ച വോട്ടുകളും അല്ലെങ്കിൽ ഈഴവ വോട്ട് നല്ലോണം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ മഹാനവമി സമയത്ത് പിന്നെ പിണറായി വിജയൻ ഇലക്ഷൻ ഒരു ദിവസം അവധി ഡിക്ലെയർ ചെയ്തല്ലോ, വെള്ളിയാഴ്ച. ഒരു ഹിന്ദുത്വ കാർഡ് ചെറുതായി കളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിണറായി വിജയൻ ഇപ്പോൾ മുസ്ലിം 1987 CPM കളിച്ച കാർഡായിരുന്നു, EMS കളിച്ച കാർഡായിരുന്നു. അതായത് ഞങ്ങളുടെ അലിയൻസിൽ LDF അലിയൻസിൽ ഞങ്ങൾ കേരള കോൺഗ്രസ് ജോസഫില്ല, അഖിലേന്ത്യാ മുസ്ലിം ലീഗില്ല, ഞങ്ങളൊരു പ്യൂരിറ്റി. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് നമ്മളെ നാട്ടിൽ ഞാൻ തലശ്ശേരിക്കാരൻ. ആ നിയോജകമണ്ഡലത്തിൽ കെ സുധാകരനും കൊടിയേരി ബാലകൃഷ്ണനും മത്സരിച്ചത്. അപ്പം ഒരു വാർത്താ സമ്മേളനത്തിൽ വെച്ചിട്ട് അന്ന് CKP ചെറുവമ്മൊക്കെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനർ അദ്ദേഹം പറഞ്ഞു എന്നാണ് പറഞ്ഞു എൻ്റെ ഈ സുധാകരൻ ജയിച്ചില്ലെങ്കിൽ എൻ്റെ തൊപ്പി അയക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് CPM ഒരു ക്യാമ്പയിൻ നടത്തി. ഈ ക്യാമ്പയിനിൽ CPM എല്ലാ ഹിന്ദുക്കളോടും പറഞ്ഞു, നമുക്ക് കെയിൻ്റെ തൊപ്പി അഴിപ്പിക്കണ്ടേ, നമുക്ക് ഹിന്ദുക്കളായ കൊടിയേരി ജയിക്കണ്ടേ, അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള കഥ പറയും. അപ്പോൾ അതുകൊണ്ട് ആ കാർഡ് 87 CPM കളിച്ചു, നായനാർ മുഖ്യമന്ത്രി. അതുമാത്രമല്ല അന്നൊരു വേറൊരു വലിയൊരു തോന്നിയാസം ചെയ്തിട്ടുണ്ടായിരുന്നു. 87 CPM പറഞ്ഞത് കേരള നാട് KR ഗൗരി ഭരിച്ചത്. അതൊരു ഈഴവ കൺസൾട്ടേഷന് വേണ്ടി ചെയ്തതാണ്. അവസാനം ജയിച്ച് കയറിയപ്പം ഗൗരിയമ്മയെ മാറ്റി നിർത്തി. നായനാർ ഇലക്ഷന് പോലും കണ്ടസ്റ്റ് ചെയ്യാതെ മത്സരിച്ചു. തലശ്ശേരി ബൈ ഇലക്ഷനിൽ അല്ല 91 അല്ല 87 ജയിച്ചു, ആയി. അപ്പോൾ അങ്ങനെ CPM-ന് ഒരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഹിന്ദുത്വ കാർഡ് ചെറുതായി കളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഇലക്ഷൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് CPM-ന്റെ വോട്ടുകളും BJP-യിലേക്ക് പോകും. ഇപ്പം പണ്ടത്തെ ആൾക്കാർ പറയുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് മാത്രം, അങ്ങനെയല്ല. ഇപ്പം കേരളത്തിൽ മാത്രമല്ല, അവിടെ മത്സരിക്കുന്ന BJP-യുടെ സ്ഥാനാർത്ഥി വളരെ തിരുവല്ലാമലയിലെ പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹം വളരെ സാധാരണക്കാരനാണ്, വളരെ സൗമ്യനാണ്. ഇപ്പോൾ UR പ്രദീപിനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ വളരെ സൗമ്യനായിട്ടുള്ള ഒരാളാണ് ബാലകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിന് നല്ല വോട്ട് കിട്ടും. CPM-നൊരു സ്റ്റിക്കി വിക്കറ്റാണ് ആ സീറ്റ് എനിക്ക് തോന്നുന്നു. 2 ദിവസം മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്തു. 2 ദിവസം മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ പോലത്തെ ഒരാൾ ക്യാമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഇത് അവർ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ തിരിച്ചടി കിട്ടിയെന്ന് പറഞ്ഞാൽ CPM-ന് ഒന്നും പറയാനില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.